ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ TDA7498 ഒരു ക്ലാസ് ഡി ആംപ്ലിഫയറിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഡി ചിപ്പ് എന്ന് പറയുമ്പോൾ TDA7498 നല്ല ഒരു ഓഡിയോ ക്വാളിറ്റി തരുന്ന നല്ല നിലവാരമുള്ളൊരു ക്ലാസ് ഡി ചിപ്പാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ബോർഡ് ഈ ബോർഡും ചെറിയ വ്യത്യാസമുണ്ട്. മ്യൂട്ട് സ്വിച്ചൊക്കെ മ്യൂട്ട് സ്വിച്ചൊക്കെ സെപ്പറേറ്റ് വരുന്നുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ജമ്പ് ചെയ്ത് എടുക്കുന്ന രീതിയിലാണ്, ജമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ മ്യൂട്ടൊക്കെ ഓൺ ചെയ്യുന്നത് ഓഫ് ചെയ്യുന്നതൊക്കെ വരുന്നത്. പിന്നെ ഈ ബോർഡിൻ്റെ പ്രത്യേകത ഇത് ഒറിജിനൽ ബോർഡാണെന്നുള്ളതാണ്. ഒറിജിനൽ ചിപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഒറിജിനൽ ബോർഡ് തന്നെയാണ് ഈ ഒരു ബോർഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ഗുണം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ ക്ലാരിറ്റി അടിപൊളിയായിരിക്കും. കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് 8 വോൾട്ട് തൊട്ട് 30 വോൾട്ടിന് മുകളിൽ ഒരു 36 വോൾട്ടൊക്കെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു ചിപ്പ് വരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് മാക്സിമം വോൾട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് 100 വാട്ട്സ് ഒരു ചാനലിന് കിട്ടുന്ന രീതിയിലുള്ള ഒരു ആംപ്ലിഫയർ ആണ് ഈ ഒരു ആംപ്ലിഫയർ. വളരെ കോമ്പാക്റ്റ് ആണ്. അതിൽ ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടാണ് ഈ ഒരു സാധനം വരുന്നത്. പിന്നെ നല്ല ഒരു ഹീറ്റ് സിങ്കിനകത്ത് കൊടുത്തിട്ടുണ്ട് അവർ. കാര്യം ഇത് നല്ല രീതിയിൽ ചൂടാവും. ഇത് ആംപ് വർക്കായാലും ആംപ് വർക്ക് ചെയ്തില്ലെങ്കിലും നല്ല രീതിയിൽ ചൂടാവുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണ്. പ്രത്യേകിച്ച് ചിപ്പ് നല്ല രീതിയിൽ ചൂടാവുന്ന ഒരു ചിപ്പാണ്. അതുപോലെ തന്നെ പെർഫോമൻസ്, ഓഡിയോ ക്ലാരിറ്റി നല്ല രീതിയിൽ നമുക്ക് പക്ക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടും. കാര്യം നമ്മൾ ഇതിൻ്റെയൊക്കെ വർക്കിംഗ് കൂടി ഈ ചിപ്പ് ഉപയോഗിച്ചിട്ടുള്ള ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് കൂടി നമ്മളിതിന് മുമ്പേ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ SM ഇലക്ട്രോണിക്സിൽ പോയപ്പോൾ അവിടെ ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് ഞാനതിങ്ങ് എടുത്തിട്ട് വന്നു. നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ട് വന്നതാണ്. കാര്യം ഇത് ഞാൻ താഴെ ഒരു ചെറിയ സ്ക്രീനായിട്ട് കാണിക്കാം. ഇതാണ് അതിൻ്റെ ഒറിജിനൽ ബോർഡ്. കാര്യം അത് നമുക്ക് ജസ്റ്റ് സ്ക്രാച്ച് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിലൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ QR കോഡൊക്കെ ഉള്ള രീതിയിലാണ് ഈ ഒരു ബോർഡ് വരുന്നത്. കാര്യം ഒറിജിനലാണ് എന്നുള്ളതിനുള്ളൊരു തെളിവായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് നല്ല ഒരു പെർഫോമൻസ് നിങ്ങളുടെ സ്പീക്കേഴ്സിന് ഇതിൽ കിട്ടുമെന്നുള്ളതാണ്. പിന്നെ നോയ്സ് വളരെ കുറഞ്ഞ ഒരു IC ആണ് ഈ ഒരു IC 7498 TDA7498. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാറ്റ ഷീറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് വായിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഓഡിയോ സിഗ്നൽ കൊടുക്കേണ്ടത്. ലെഫ്റ്റ് റൈറ്റ് നമുക്ക് ഇവിടെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ ഇതാ ഇവിടെ ജമ്പർ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേത് ഗെയിൻ 1 ഗെയിൻ 0 എന്നാൽ സാധാരണ ഗെയിനും കുറച്ചുകൂടെ ഗെയിൻ കൂടുന്ന ഒരു രീതിയിലുള്ള ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഗെയിൻ 1 ഗെയിൻ 0 എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അതിൻ്റെ ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മ്യൂട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. അങ്ങനെ അത് പൊതുവെ ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് പിന്നെ അവർ അതിനൊരു ജമ്പിങ് ഇത് കണക്ഷൻ കൊടുക്കാത്തത്. ഓക്കെ, പിന്നെ ഇനി ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ കണക്ഷനൊക്കെ വളരെ എളുപ്പമാണ്. ഇത് ഈ ക്ലാസ് ഡി ആമ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കണക്ഷൻസൊക്കെ വളരെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ട് കൊടുക്കേണ്ട സ്ഥലമാണ്. ഇവിടെ നമുക്ക് 8 വോൾട്ട് തൊട്ട് നമുക്ക് ഏകദേശം ഒരു 30-36 വോൾട്ട് വരെ കൊടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ നിലവിൽ 36 വോൾട്ട് പവർ സപ്ലൈ ഒന്നും ഇവിടെ കിട്ടാനില്ല. എല്ലാവരും SMPS വെച്ചിട്ടാണ് ചിലവ് ചുരുക്കുന്നതിന് വേണ്ടി SMPS വെച്ചിട്ടായിരിക്കും ഇതുപോലത്തെ ആംപ്ലിഫയറുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ TPA3116 കാട്ടിയും ഒരു 10 ഇരട്ടി ഓഡിയോ ക്വാളിറ്റി ഒരു പ്രോഡക്റ്റിന് നമുക്ക് കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം TPA3116 കാട്ടിയും കുറച്ചും കൂടെ നല്ലൊരു ഓഡിയോ ക്വാളിറ്റി കിട്ടുന്ന ചിപ്പ് ആയതുകൊണ്ട് തന്നെ പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ചിപ്പ് ചൂടാകുന്നതിനും കാട്ടി നല്ല രീതിയിൽ ഇത് ചൂടാകും. കൂടാതെ തന്നെ ഇതിനകത്ത് കണ്ടില്ല ഇൻഡക്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് സ്പീക്കർ കണക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻഡക്ടർ വഴി നമുക്ക് ചെറിയ രീതിയിൽ ആ പാട്ട് കേൾക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഉൾപ്പെടുത്താവുന്ന നമ്മുടെ ആംപ്ലിഫയർ ബോർഡുകളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ബോർഡ് തന്നെയാണ് ക്ലാസ് ഡി ചിപ്പുകളിൽ. ഇത് നിലവാരമുള്ള ചിപ്പ്, ഒരു എൻട്രി ലെവലിൽ എന്ന് പറയാം. എൻട്രി ലെവൽ TPA3116 ഒക്കെ ഒരു എൻട്രി ലെവലിൽ നിൽക്കുന്ന സാധനമാണ്. ഇത് അതിൻ്റെ ഇടയ്ക്ക് ഒരു മിഡിലൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള ചിപ്പ് തന്നെയാണ്. കാര്യം ഓഡിയോ ക്വാളിറ്റിക്ക് വേണ്ടി നല്ല രീതിയിൽ ഇറക്കിയിട്ടുള്ളൊരു ചിപ്പ് തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇതിലൊരു പ്രശ്നം, ഇതിൻ്റെ സെയിം ചാത്തനൊക്കെ നമുക്ക് വരുന്നുണ്ട്. ചൈനയിലൊക്കെയാണ് ഇതിൻ്റെ ചിപ്പുകൾ നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാത്തൻ ചിപ്പുകൾ നിർമ്മിക്കാൻ ചൈനക്കാർ പോയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു ഇതായിട്ടുള്ളത്. അപ്പം ഒറിജിനലും അവർ തന്നെയാണ് നിർമ്മിക്കുന്നത്, ഡ്യൂപ്ലിക്കേറ്റും അവർ തന്നെയാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആണ് ഈ TDA സീരീസിൽ വരുന്ന 7498 ടെക്സാസ് ഇൻസ്ട്രുമെൻ്റ് ആണ്, അവരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ടെക്സാസിൻ്റെയൊക്കെ ചിപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി എത്രമാത്രമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ആംപ്ലിഫയറിൽ ഉൾപ്പെടുത്താവുന്ന അല്ലെങ്കിൽ ഹോബിയായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വാങ്ങി പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു ബോഡി തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് 100% ഒരു ഉറപ്പ്
ഇതിൻ്റെ കേസിൽ എനിക്ക് തരാനായിട്ട് പറ്റും. കാര്യം ഞാനിത് പലപ്പോഴും ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്. ഇത് വെച്ച് ആംപ്ലിഫയർ ചെയ്തും കൊടുത്തിട്ടുള്ളതാണ്. പ്രദീപ് സാർ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്. പുള്ളി ഇലക്ട്രോണിക്സ് പ്രൊഫസറാണ്. അപ്പോൾ പുള്ളി സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനൊരു ആംപ്ലിഫയറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞ് കിഷോർ ഇത് ഒന്ന് ജസ്റ്റ് ഉപയോഗിച്ച് നോക്കും, നല്ലതാണെന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ അത് വാങ്ങി അന്ന് വാങ്ങിയ സമയത്ത് 1700 1800 രൂപയാണ് അതിൻ്റെ പ്രൈസ് വന്നിരുന്നത് ആമസോണിൽ. ഇപ്പോഴും ഏകദേശം ഇതൊക്കെ തന്നെയാണ് വില. ഇതിൻ്റെ വില നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ SM ഇലക്ട്രോണിക്സിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അവരത് ചോദിച്ചാൽ മാത്രം മതി. അവർ നിങ്ങൾക്ക് ഇതിന് തിരിച്ച് റിപ്ലൈ തരും. കുറച്ച് സമയം കൊടുക്കുക. കാര്യം ഇത് തിരക്കുള്ള കടയാണ്. SM ഇലക്ട്രോണിക്സ് നല്ല തിരക്കുള്ള കടയാണ്. നിങ്ങൾ വിചാരിച്ചോടാൻ ചിലപ്പോൾ ആ ഒരു റിപ്ലൈ തരണമെന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവർ റിപ്ലൈ തരും. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് അവർ അറിയിക്കും. എന്തായാലും 2000 രൂപയ്ക്ക് അത് താഴെ, അതാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും തന്നെ വില കുറവാണ്. ആ ഒരു പൈസ ചിലവാക്കിയാലും ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് എന്തായാലും 100% കിട്ടും. അപ്പോൾ പ്രദീപ് സാറ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇത് പ്രദീപ് സാർ എന്നാണ് വാങ്ങി അയച്ചു തന്നത്. ഇത് ടെസ്റ്റ്. അപ്പോൾ പുള്ളിക്ക് ക്ലാസ് ഡി ആകുമ്പോൾ ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാനിത് ചെയ്തു. നല്ല ഓഡിയോ ക്വാളിറ്റി, നല്ല സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തി എന്നുള്ളൊരു വാക്ക് നമുക്ക് വേണമെങ്കിൽ തൃപ്തി ഉണ്ടാവും നിങ്ങൾക്ക് അവിടെ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ബോർഡാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ SM ഇലക്ട്രോണിക്സിനെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഇൻപുട്ട് ഇവിടെയാണ് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട് ഈ 2 സൈഡിൽ കാണുന്നതാണ് ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട്. പിന്നെ ക്ലാസ് ഡി ആകുമ്പോഴാണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. കാര്യം അഥവാ പോണെങ്കിൽ ചിപ്പ് അങ്ങ് അടിച്ച് പോയുള്ളൂ. ചിപ്പ് അടിച്ച് പോയി കഴിഞ്ഞാൽ സ്പീക്കറിലോട്ട് DC ഔട്ട്പുട്ട് എന്തായാലും വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എൻ്റെ ആവശ്യം വരുന്നില്ല. കാര്യം നിങ്ങൾ നല്ല രീതിയിൽ സൗണ്ട് കൂട്ടി വെച്ചാൽ ആയിരിക്കും ഭയങ്കരമായിട്ട് അങ്ങ് സൗണ്ട് കൂട്ടിച്ച് കുറേ നേരം വാട്ട്സ് കുറഞ്ഞ സ്പീക്കറൊക്കെ ആണെങ്കിൽ കുറേ നേരം വർക്ക് ചെയ്യിപ്പിച്ച് ചിലപ്പോൾ സ്പീക്കറിൻ്റെ കോയിൽ കത്തിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആമ്പ് പോകില്ല. പക്ഷേ വേറെ എന്തെങ്കിലും ഇഷ്യൂ വന്ന് നിങ്ങളുടെ സ്പീക്കർ കത്തിപ്പോകാനുള്ള ചാൻസ് വളരെ ഞാൻ പറഞ്ഞാൽ വളരെ കുറവാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിപ്പ് കത്തിപ്പോകുന്നൊരു ഇതാണ്. കാര്യം ഇതിന് പ്രൊട്ടക്ഷനൊക്കെ ഉള്ളതാണ്. ഓവർലോഡ് പ്രൊട്ടക്ഷനൊക്കെ പല പ്രൊട്ടക്ഷനും ഉള്ള ഒരു ആംപ്ലിഫയർ ബോർഡാണ്, അല്ലെങ്കിൽ ആംപ്ലിഫയർ ചിപ്പാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, ഓവർലോഡ് പ്രൊട്ടക്ഷൻ, ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ചിപ്പ് തന്നെയാണ്. എന്നാലും ഇലക്ട്രോണിക്സ് ഐറ്റംസാണ്. പല രീതിയും പല കാരണങ്ങളും കൊണ്ടും തകരാറുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ സ്പീക്കറിന് എന്തായാലും ഈ ഒരു ആംപ്ലിഫയർ യൂസ് ചെയ്തെന്ന് പറഞ്ഞ് സ്പീക്കർ അങ്ങനെ പെട്ടെന്ന് കത്തി പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. ഈ ഒരു DC ഔട്ട്പുട്ട് വന്ന് നിങ്ങളുടെ സ്പീക്കർ കത്തിപ്പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. പകരം ചിപ്പ് പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന ചാൻസ് മാത്രമേ ഉള്ളൂ. ആ ചിപ്പ് നമുക്ക് വാങ്ങാനും കിട്ടുന്നുണ്ട്. ഈ സെയിം ചിപ്പ് നമുക്ക് ഓൺലൈൻ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് വാങ്ങി നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ ആംപ്ലിഫയർ പഴയതുപോലെ വീണ്ടും പാടും. അപ്പോൾ മെയിൻ്റെനൻസ് വളരെ എളുപ്പമാണ്. SMD ചിപ്പാണ് വരുന്നത്. SMD വർക്ക് ചെയ്യിക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് ഓക്കെ അത് മാറ്റാനും പറ്റും. ഒരുപാട് ആൾക്കാർ ക്ലാസ് ഡി വളരെ ലോ ക്വാളിറ്റിയാണ്, മോശമാണെന്നൊക്കെ പറഞ്ഞ് അഭിപ്രായം പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. നല്ല ക്ലാസ് ഡി ആംപ്ലിഫയറുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്ലാസ് ഡി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലർ പറയും ട്രാൻസിസ്റ്റർ ചൂടായി കുറേ നേരം ചൂടായി അങ്ങ് വരുമ്പോൾ പെർഫോമൻസ് ഒക്കെ വരും. അതൊക്കെ നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വാൽവൊക്കെ ആണെങ്കിൽ ഓക്കെ, കുറച്ച് സമയം ഇരുന്ന് ചൂടായി വരുമ്പോഴായിരിക്കും അത് കറക്റ്റ് രീതി വർക്ക് ചെയ്യും. നല്ല ട്രാൻസിസ്റ്റർ ഇരുന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ പെർഫോമൻസിന് വ്യത്യാസം വരും എന്നൊന്നും അങ്ങനെ തോന്നുന്നില്ല എനിക്ക്. എന്തായാലും ഇതും ചൂടാകുന്ന ഒരു ആംപ്ലിഫയർ തന്നെയാണ്. നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് കിട്ടും. അപ്പോൾ ഇത്രയും തന്നെയാണ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.